വീണ്ടും നിപ്പ ബാധിച്ച് മരണം സ്ഥിരീകരിക്കുകയാണ്. ഇന്നലെയാണ് നിപ്പ പോസിറ്റീവ് ആണെന്ന് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14 വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിച്ചത് ഇന്നലെയാണ്. കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുന്നുവെന്ന് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോഴും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതാണ്. ഇപ്പോൾ 14 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്ര പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങയിൽ നിന്നാണ് നിപ്പ ഈ ഒരു വൈറസ് പിടിപെട്ടത് എന്നാണ് സംശയിക്കുന്നത്. കൺഫേംഡ് അല്ല. ഇന്നലെ ആദ്യം സംസ്ഥാനത്ത് നടത്തിയ പരിശോധന പോസിറ്റീവായി. അത് കഴിഞ്ഞ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നു, അതും പോസിറ്റീവായിരുന്നു. ഇപ്പോൾ 3 പേർ നിരീക്ഷണത്തിലുണ്ട്. ഹൈറിസ്ക് കാറ്റഗറിയിൽ തന്നെ നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ ശ്രമം പരിശോധനയ്ക്ക് അയക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ആ കുട്ടിക്ക് വേണ്ടി ആന്റിബോഡി എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി എത്തിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ വളരെ വേദനയുള്ള കാര്യം ആ 15 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. ആശുപത്രികൾ മാറ്റിയിട്ടും മാറ്റമുണ്ടായിരുന്നില്ല. ലഭിക്കുന്ന വിവരം എന്താണ്? അല്പസമയം മുമ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൂടി അറിയിച്ചതാണ് കുഞ്ഞിന്റെ സ്ഥിതിയിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതേ നിലയിൽ തന്നെ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു എന്നുള്ളതാണ്. 10-ാം തീയതിയായിരുന്നു ആദ്യമായി പനി ലക്ഷണം കാണിച്ചത്. 12-ാം തീയതിയോടുകൂടി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടി. ഇന്നലെ ആയിരുന്നു ഈ കോഴിക്കോട് മിംസിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് നിപ്പ വൈറസ് സംശയം സാമ്പിളുകൾ പരിശോധനയ്ക്ക് NIV-യിലേക്ക് അയക്കുന്നത്. അങ്ങനെ സ്ഥിരീകരണം വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തന്നെ കുഞ്ഞിന്റെ അബോധാവസ്ഥയിലാവുക സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ മേഖലയിലൊക്കെ തന്നെ അപ്പോൾ തുടങ്ങി ഈ കുഞ്ഞുമായി സമ്പർക്കം വരുത്തിയവരെയൊക്കെ തന്നെ നിരീക്ഷിച്ച് വരികയായിരുന്നു. എന്തായാലും ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ഈ മസ്തിഷ്ക ജ്വരമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പനിയും അപസ്മാരമായിരുന്നു തുടക്കത്തിലെ ലക്ഷണം. മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു. ചെള്ളു പനി സ്ഥിരീകരിച്ചിരുന്നു. ഗുരുതരമായ സങ്കീർണമായ ആരോഗ്യനില തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ മരണവും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു നിപ്പ മരണം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരനാണ് ജീവൻ നഷ്ടമായത്. ദാരുണമായ വാർത്ത എന്തായാലും ഈ നിമിഷം നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും ഖേദകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. ആരോഗ്യമന്ത്രി ഇപ്പോൾ തന്നെ മാധ്യമങ്ങളോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആര്യ.